പാകിസ്ഥാൻ അമേരിക്കയെ ചതിച്ചു. അമേരിക്കയിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ്. അവിടെ CBS ന്യൂസ് എന്ന് പറയുന്ന വാർത്താ ചാനലാണ് ഈ വിവരം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. നമുക്കറിയാം, യുദ്ധം നടക്കുന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധം ഒത്തുതീർപ്പാക്കാൻ ഒരു നയതന്ത്ര മധ്യസ്ഥൻ്റെ വേഷമാണ് പാകിസ്ഥാൻ എടുക്കുന്നത്. പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ ഇറാൻ്റെ അബ്ബാസ് അരഗാച്ചി, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ളവർ വരുന്നു, ചർച്ച നടത്തുന്നു, ചർച്ച തീരുമാനമാവാതെ പോകുന്നു. അങ്ങനെ വീണ്ടും അനൗദ്യോഗിക ചർച്ചകൾ നടക്കുന്നു. മധ്യസ്ഥനായിട്ട് ഇങ്ങനെ ലോകത്തിന് മുന്നിൽ ഞങ്ങൾ ഒരു വലിയ യുദ്ധം, വിനാശകരമായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന രാജ്യമാണ് എന്നുള്ള ഭാവത്തിൽ ഫെയിൽഡ് മാർഷൽ അസിം മുനീർ ഉൾപ്പെടെയുള്ള ആളുകൾ ചങ്ക് വിരിച്ച് നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇതിനിടയ്ക്ക് അമേരിക്കയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, പാകിസ്ഥാനെ വിശ്വസിക്കരുത്. ഇറാനിൽ 2 പട്ടാളമാണുള്ളത്. ഒന്ന് അവിടുത്തെ സാധാരണ സൈന്യവും, ഒന്ന് IRGC എന്ന് പറഞ്ഞ ഖമനേയിയുടെ നിയന്ത്രണത്തിലുള്ള പട്ടാളവും. ഈ IRGCയുടെ നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധമാണ് അസിം മുനീറിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മധ്യസ്ഥൻ നിഷ്പക്ഷനായിരിക്കില്ല എന്ന് ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ അമേരിക്കൻ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? വലിയ ചതി പാകിസ്ഥാൻ അമേരിക്കയോട് ചെയ്തു എന്നുള്ളതാണ്. അതായത് യുദ്ധത്തിന് ഒരു താൽക്കാലിക വെടിനിർത്തൽ ഏപ്രിൽ മാസത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചു. ആ വെടിനിർത്തൽ ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രൂക്ഷമായ ആക്രമണങ്ങളില്ലാത്തത്. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഉടൻ അമേരിക്ക അറിയാതെ ഇറാനെ വലിയ തോതിൽ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പാകിസ്ഥാൻ ചെയ്തു എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളുടെയും മറ്റും സഹായത്തോടെ, സാറ്റലൈറ്റ് ഇമേജുകളുടെ മറ്റും സഹായത്തോടുകൂടി ഇപ്പോൾ CBS ന്യൂസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വളരെ പരിചിതമായ പേരാണ് നൂർഖാൻ എയർബേസ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ അടിച്ച് തകർത്ത പാകിസ്ഥാൻ്റെ സൈനിക വിമാനത്താവളം, അവിടെ ബ്രഹ്മോസ് ഉപയോഗിച്ച് നമ്മൾ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി. അവിടെയാണ് ഈ നൂർഖാൻ എയർബേസിലാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വന്നിറങ്ങിയത്. JD വാൻസ് അവിടെ വന്നിറങ്ങിയപ്പോൾ അതിൻ്റെ റൺവേയുടെ ചിത്രങ്ങളൊക്കെ ക്യാമറയിൽ പതിഞ്ഞത് അനലൈസ് ചെയ്തിട്ട് ആളുകൾ പറഞ്ഞിരുന്നു മുഴുവൻ പാച്ചുകളാണ്. അതായത് പാച്ച് വർക്ക് ചെയ്ത് നന്നാക്കി എടുത്തതിൻ്റെ അടയാളങ്ങൾ ഈ റൺവേയിൽ കാണാനുണ്ട് എന്ന് മിലിറ്ററി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഡിഫൻസ് സൈറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യ പറഞ്ഞത് ശരിയാണ്, നൂർഖാൻ നമ്മൾ ഉഴുതും മറിച്ച് തവിട് പൊടിയാക്കിയിരുന്നു. എത്ര പേർ കൊല്ലപ്പെട്ടു, എത്ര വിമാനങ്ങൾ നശിച്ചു എന്നൊന്നും അറിയില്ല. ഹാങ്ങറുകളൊക്കെ തകർന്നു പോയിരുന്നു. അവിടെയാണ് JD വാൻസ് വന്നിറങ്ങിയത്. JD വാൻസ് വന്നിറങ്ങി, മധ്യസ്ഥ ചർച്ച പൊളിഞ്ഞു. അതിനുശേഷം ഏകപക്ഷീയമായി ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇറാൻ്റെ പക്കലുള്ള സൈനിക വിമാനങ്ങളും മറ്റു മിലിറ്ററി അസറ്റുകളും ഇറാൻ രഹസ്യമായി നൂർഖാനിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് CBS റിപ്പോർട്ട് ചെയ്യുന്നത്. അത് തെളിയിക്കുന്ന സാറ്റലൈറ്റ് ഇമേജുകളും അവർ പുറത്തുവിട്ടു. അപ്പോൾ നോക്കൂ, ഒരു മധ്യസ്ഥനാണ്. മധ്യസ്ഥന് രണ്ട് കൂട്ടർക്കും അനുകൂലമായ നിലപാടെടുക്കാതെ 2 കൂട്ടരെയും ഒരുമിപ്പിച്ച് യോജിക്കാവുന്ന തീരുമാനങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്? നേരത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അതേ കാര്യം സംഭവിക്കുന്നു. ഇറാനുമായിട്ട് അസിം മുനീറിനുള്ള ബന്ധം ഉപയോഗിച്ച് ഇറാൻ്റെ നാവികസേനയെ മുഴുവൻ തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എയർഫോഴ്സിനെ മുഴുവൻ തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്നാൽ അവശേഷിക്കുന്ന ചില വിമാനങ്ങൾ, അതിൻ്റെ പേരുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. CBS പറയുന്നു, ചിത്രങ്ങൾ സഹിതം. RC-130 എന്ന് പറയുന്ന വിമാനം, ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച C-130 ഹെർക്കുലീസ് വിമാനം, പിന്നെ ഒരുപാട് മിലിറ്ററി അസറ്റുകൾ, മറ്റ് ചില യുദ്ധവിമാനങ്ങൾ, ഇതെല്ലാം ഇറാൻ്റെ വിമാനങ്ങൾ ഇപ്പോൾ നൂർഖാൻ എയർബേസിൽ കിടപ്പുണ്ട്. അപ്പോൾ അമേരിക്ക ആക്രമണം നടത്തിയാൽ തങ്ങളുടെ ശേഷിക്കുന്ന വിമാനങ്ങൾ കൂടി തകരാതിരിക്കണം. അതിനുവേണ്ടി ഏറ്റവും സുരക്ഷിതമായി മാറ്റാവുന്ന സ്ഥലം പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലേക്ക് ഇറാൻ അത് മാറ്റുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, മധ്യസ്ഥൻ ആരുടെയെങ്കിലും പക്ഷം പിടിക്കാമോ? ആർക്കെങ്കിലും ഫേവറബിളായിട്ടുള്ള തീരുമാനമെടുക്കാമോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പാകിസ്ഥാൻ പറയണമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്ത് മധ്യസ്ഥനാണ്? നിങ്ങൾ 2 കൂട്ടരെയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. അമേരിക്ക അതിന് അനുകൂലമായിട്ടുള്ള ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ആ ഘട്ടത്തിൽ നിങ്ങൾ രഹസ്യമായി ഇറാൻ്റെ പക്കലുള്ള സൈനിക സന്നാഹങ്ങളും യുദ്ധവിമാനങ്ങളും നിങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാമാബാദിൽ ഒളിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിഷ്പക്ഷരാകുന്നത് എവിടെയാണ്? പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എക്കാലത്തും ഒറ്റുകാരൻ്റെയും ചതിയൻ്റെയും വേഷമെടുത്തിട്ടുണ്ട്. ആ ചതിയുടെ പുതിയ ചിത്രമാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇനിമേലിൽ പാകിസ്ഥാനിൻ്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചയിൽ പങ്കെടുക്കണോ? ഇതാണിപ്പോൾ വൈറ്റ് ഹൗസ് അല്ലെങ്കിൽ പെൻറ്റഗൺ കാര്യമായി ഗൗനിക്കുന്ന കാര്യമെന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വിവരമാണിത്. കാരണം അമേരിക്കയ്ക്ക് വലിയ ചാര സംഘടനകളും സാറ്റലൈറ്റ് നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും
ഇറാൻ അവരുടെ വിമാനങ്ങൾ വെടിനിർത്തലിൻ്റെ പശ്ചാത്തലത്തിൽ രഹസ്യമായി കൊണ്ടുവന്ന് ഇറാനിൻ്റെ വ്യോമത്താവളങ്ങളിൽ നിന്ന് പറത്തിക്കൊണ്ടുവരണമല്ലോ. അല്ലാതെ കെട്ടിവലിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ പോലും മണിക്കൂറുകളെടുക്കും. അത് സാറ്റലൈറ്റ് കണ്ണുകളെ വെട്ടിച്ച് കൊണ്ടുവരാൻ കഴിയുന്നത് എങ്ങനെയാണ്? അപ്പോൾ അമേരിക്കയ്ക്ക് ഈ മേഖലയിലുള്ള നിരീക്ഷണം പോരാ. അമേരിക്കയ്ക്ക് ഇൻ്റലിജൻസ് ഗാദറിങ്ങിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ട്രംപ് ഭരണകൂടത്തെ വിമർശിക്കുന്നത്. കാരണം രണ്ട് പ്രധാനപ്പെട്ട വീഴ്ചകൾ: ഒന്ന്, മധ്യസ്ഥൻ പക്ഷപാതപരമായി പെരുമാറുന്നു; രണ്ട്, ഇങ്ങനെ ഇറാൻ അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഇനി അവശേഷിക്കുന്ന മിലിറ്ററി അസറ്റുകളും വിമാനങ്ങളുമൊക്കെ പാകിസ്ഥാനിൽ കൊണ്ടുപോയി സൂക്ഷിക്കുമ്പോൾ അത് എങ്ങനെയാണ് വിശ്വസിക്കാൻ തുടർന്ന് പാകിസ്ഥാനെ നമുക്ക് കഴിയുക എന്ന ചോദ്യം മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുന്നു. ഇറാൻ്റെ പക്കലുള്ള വിമാനങ്ങളും മറ്റ് മിലിറ്ററി സന്നാഹങ്ങളും പാകിസ്ഥാനിലെ നൂർ ഖാൻ എയർബേസിലാണ്. അവിടെ നിന്ന് ഇറാൻ അത് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയോ ഓപ്പറേറ്റ് ചെയ്യുമോ? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇറാൻ്റെ ആയുധശേഷി തകർക്കുക എന്നാണല്ലോ, യുദ്ധശേഷി തകർക്കുക എന്നതാണല്ലോ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ നൂർ ഖാൻ എയർബേസിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ വിമാനങ്ങളും സൈനിക സന്നാഹങ്ങളും ആക്രമിക്കാൻ അമേരിക്കയോ ഇസ്രയേലോ തയ്യാറാകുമോ? അപ്പോൾ പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു നടപടിയാകുമോ ഇപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയും സംഭവിക്കാം. പാകിസ്ഥാൻ തങ്ങളെ ചതിച്ചു എന്നുള്ള ബോധ്യം അമേരിക്കയ്ക്ക് വന്നാൽ ഒരു സംശയമുണ്ട്, ഇറാനെയല്ലേ ആക്രമിക്കേണ്ടത്? കാരണം ഇതിന് ഇറാൻ പറയുന്നതിന് ന്യായമുണ്ട്. ഖത്തറിനെ ആക്രമിക്കുമ്പോൾ, സൗദി അറേബ്യയെ ആക്രമിക്കുമ്പോൾ, UAE ആക്രമിക്കുമ്പോൾ ഞങ്ങൾ ആ രാജ്യങ്ങളെയല്ല, അവിടെയുള്ള അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങളെയാണ് ആക്രമിക്കുന്നത് എന്നുള്ള ന്യായം ഇറാൻ പറയുന്നുണ്ട്. അതേ ന്യായം മുന്നോട്ട് വെച്ച് നൂർ ഖാൻ എയർബേസിൽ ഇറാൻ്റെ വിമാനങ്ങളും മറ്റു മിലിറ്ററി എക്യുപ്മെൻറ്റ്സും വ്യോമ പ്രതിരോധ സന്നാഹങ്ങളും ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ ആക്രമിക്കുന്നു, അത് പാകിസ്ഥാനെ അല്ല ആക്രമിക്കുന്നത്, ഇറാൻ്റെ ആയുധ സന്നാഹങ്ങളെയാണ്, വിമാനങ്ങളെയാണ് എന്നുള്ള വാദം ഇസ്രായേലിന് പറഞ്ഞുകൂടെ? അമേരിക്കയ്ക്ക് പറഞ്ഞുകൂടെ? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യം ഇപ്പോൾ പൊതുവിൽ പ്രതിരോധ സൈറ്റുകളിൽ പ്രതിരോധ ലേഖകന്മാർ ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തമാശ ഇതല്ല. അമേരിക്ക ചിലപ്പോൾ ഈ അസിം മുനീർ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് ഹൗസിൽ വന്ന് കഞ്ഞി കുടിക്കാൻ വരുന്നതുകൊണ്ട് ട്രംപിനൊരു സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇസ്രയേൽ അങ്ങനെയല്ല. ഒരുപക്ഷേ ഇസ്രയേൽ വിമാനങ്ങൾ നേരിട്ട് പറന്ന് വന്ന് നൂർ ഖാൻ എയർബേസിൽ അടിച്ചിട്ട് പോയാലോ? പണ്ട് അവർ കഹൂട്ടയിൽ ആറ്റമിക് റിയാക്ടർ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യയോട് പറഞ്ഞാണ്, ഞങ്ങൾ വന്ന് അടിച്ചിട്ട് പോവാം, ജാംനഗറിൽ വെച്ച് ഞങ്ങൾക്ക് റീഫ്യൂവൽ ചെയ്യാനുള്ള സംവിധാനം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി സമ്മതിച്ചില്ല. ആ കാലമൊക്കെ മാറി. ഇനിയിപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇന്ധനം അടിക്കേണ്ട ആവശ്യമൊന്നും ഇസ്രയേലിനില്ല. അതിനുള്ള ടാങ്കർ ജെറ്റുകൾ അവർക്കുണ്ട്. കൂടുതൽ ഇന്ധനം വഹിക്കാൻ ശേഷിയുള്ള വിമാനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക അറിയാതെ, അമേരിക്കയോട് പറയാതെ ഇസ്രയേൽ കയറി നൂർ ഖാൻ എയർബേസിൽ അടിച്ചാലോ? ഏതായാലും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് പറയാം, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ, അവൻ്റെ നൂർ ഖാൻ എയർബേസ് ഇസ്രയേൽ വന്ന് അടിച്ചു കളഞ്ഞു എന്ന് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു വാർത്ത കിട്ടും. പക്ഷേ ഇതിനകത്തൊരു ചതിയുണ്ട്. അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്ന ചതി വളരെ പ്രകടമാണ്. മധ്യസ്ഥത എന്ന് പറയുന്നത് നിഷ്പക്ഷമായി നടത്തേണ്ടതാണ്. രണ്ടു പക്ഷത്തും ചേരാതെ, രണ്ടു കൂട്ടരോടും പ്രത്യേകം മമത കാണിക്കാതെ, പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് കോൺക്രീറ്റായ ഒരു തീരുമാനത്തിലെത്തുന്നതിനാണ് മധ്യസ്ഥത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മധ്യസ്ഥൻ ഇംപാർഷ്യലായിട്ട് പ്രവർത്തിക്കണം. പാകിസ്ഥാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ നെറുകേട് അമേരിക്കൻ ജനതയ്ക്ക് മുമ്പാകെ അമേരിക്കൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു പ്രതിസന്ധിയാണ്. ട്രംപ് പാകിസ്ഥാനെ വിശ്വസിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ട്രംപിൻ്റെ വിശ്വസ്തനായ പാകിസ്ഥാൻ, അസിം മുനീർ, ഷഹബാസ് ഷെരീഫ് അമേരിക്കയെ പറ്റിച്ചിരിക്കുന്നു, അമേരിക്കയെ ചതിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ ട്രംപ് എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നത് കാത്തിരിക്കുകയാണ് ലോകം. നമുക്ക് അതിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരാം. ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം.